നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഹൈവേ അതോറിറ്റി മണ്ണുത്തിയിൽ അർദ്ധരാത്രി കടകൾ പൊളിച്ചു. കടയ്ക്കകത്ത് ഉറങ്ങിക്കിടന്ന ജീവനക്കാരൻ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം കൂറിയിടൽ ചടങ്ങ് നടന്നു. യൂത്ത് കോൺഗ്രസ് നടത്തറ മണ്ഡലം കമ്മിറ്റി രക്തസാക്ഷികളായ സുഹൈബ് എടക്കഴിയൂരിന്റെ രക്തസാക്ഷി ദിനാചരണം നടത്തി. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. വ്യാപാരി വ്യവസായി മണ്ണുത്തി യൂണിറ്റ് മെഡിക്കൽ ക്യാമ്പും ഹെൽത്ത് കാർഡ് വിതരണവും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മുന്നറിയിപ്പില്ലാതെ രാത്രിയിൽ കട പൊളിച്ചു നീക്കി ഉറങ്ങിക്കിടന്ന ജീവനക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ദേശീയപാത മണ്ണുത്തിയിൽ മുന്നറിയിപ്പില്ലാതെ രാത്രിയിൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ 4 കടകൾ പൊളിച്ചു നീക്കി. യന്ത്രസഹായത്താൽ ബുധനാഴ്ച പുലർച്ചെ 1:30 കടകൾ പൊളിക്കുന്നതിനിടെ കടയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ജീവനക്കാരൻ തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. മണ്ണുത്തി സ്വദേശി സുരേഷാണ് കടയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്നത്. സാധനങ്ങൾ പൊളിച്ചിടുന്ന ശബ്ദം കേട്ട് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മണ്ണുത്തി ഫാം പടിക്ക് സമീപം സുധാകരൻ, അയ്യപ്പൻ, മനോജ് തുടങ്ങിയവർ നടത്തുന്ന 3 കരിക്ക് വിൽപ്പന കടകളും മക്കാനി എന്ന തട്ടുകടയുമാണ് കഴിഞ്ഞ രാത്രിയിൽ ഹൈവേ അതോറിറ്റി പൊളിച്ചു നീക്കിയത്. സർവീസ് റോഡ് കയ്യേറിയാണ് കടകൾ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഹൈവേ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ അക്കാര്യം തെറ്റാണെന്നും കോടതി വിധിയും ലൈസൻസും നേടിയാണ് കടകൾ നടത്തിയിരുന്നതെന്നും തങ്ങളുടെ ജീവിത വരുമാനമാർഗം ഇല്ലാതാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പൊളിച്ചു നീക്കിയ കടകൾ വീണ്ടും അവിടെ തന്നെ പുനർനിർമ്മിക്കുമെന്നും കട ഉടമകളും സംഘടനാ നേതാക്കളും അറിയിച്ചു. അനാവശ്യ ന്യായങ്ങൾ നിരത്തി വഴിയോര കച്ചവടക്കാരെ നിരന്തരം വേട്ടയാടുന്ന സമീപനമാണ് ഹൈവേ അതോറിറ്റി നടത്തുന്നതെന്നും വർഷങ്ങളായി ഇതേ സ്ഥലത്ത് കച്ചവടം നടത്തിവരുന്ന വഴിയോര കച്ചവടക്കാരെ മുന്നറിയിപ്പില്ലാതെ ഒഴിപ്പിച്ചതിനെതിരെ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. ഇതില് ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു. അയാള് ഈ സാധനം മുന്നറിയിപ്പിലാണ് അവർ വലിച്ചു പൊടിച്ച് കളഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ മാറ്റി കൊടുക്കാൻ ഞങ്ങൾക്ക് ഡേറ്റ് കൊടുത്തായിരുന്നു. 5-ാം തീയതി ഡേറ്റ് ഞങ്ങൾ മാറ്റി കൊടുക്കായിരുന്നു. ഒരാൾ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു. ആ ആളെ പോലും വിളിക്കാതെയാണ് ഇവർ അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് ഇത് വലിച്ചു പൊടിച്ചത്. ആ ശബ്ദം കേട്ടാണ് ചാടി രക്ഷപ്പെട്ടത്. അതിൽ ഒരു ജീവൻ ഇതിനുള്ളിൽ പോയാനെ ആ ജീവൻ ആര് സമാധാനം പറയും? ഈ സർക്കാർ പറയൂ, ഈ ഹൈവേക്കാർ പറയൂ. ഒരു ജീവൻ പോയിട്ട് വർത്താൻ പറ്റുന്ന കാര്യമില്ല. ആ ജീവൻ പോണതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണമായിരുന്നു. അതല്ലാണ്ട് പെട്ടെന്ന് വന്നിട്ട് ചെയ്തിട്ട് അയ്യോ എനിക്ക് അബദ്ധം പറ്റിയെന്നും പറയല്ല ന്യായം. മുൻകൂട്ടി അറിയിക്കുന്നതായിരുന്നു. ആ ജീവൻ എവിടെ കിടന്നുകൊണ്ടാണ് അബദ്ധമായി പോയതാണ്, ആൾ രക്ഷപ്പെട്ടതാണ്. ഇപ്പോൾ ആളുടെ ഒരു കച്ചവടം പോയിട്ടാണ്. ഇവിടെ അന്തി പറഞ്ഞത് അന്തിവാസിയാണ്, ഒരു മനുഷ്യനാണ്. ഒരു ജീവൻ പൊരിച്ചിട്ട് സർക്കാർ പറഞ്ഞ കാര്യമൊന്നുമില്ല. ചത്തു കഴിഞ്ഞാൽ നിനക്ക് 10 ലക്ഷം തരാം, 20 ലക്ഷം തരാത്ത കാര്യം ജീവനാ വെറ്റുപരുത്. 2 തവണ ഹൈവേയിൽ നിന്ന് ഇവർ പൊളിക്കാനായിട്ട് വന്നു. അപ്പോൾ ഞങ്ങളുടെ നിയമവശങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളും പറഞ്ഞിട്ട് ഞങ്ങൾ അവരോട് സമാധാനം അവർ പറഞ്ഞയച്ചു. ഇന്നലെ രാത്രിയുടെ മറവിലെ പുലർച്ചെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇത് ചെയ്തിട്ടുള്ളത് തികച്ചും അന്യായമാണ്. ഞങ്ങളിത് ഓരോ തവണ ബന്ധപ്പെടുമ്പോഴും ഇവർ പറയാറുള്ളത് തൃശ്ശൂർ കോർപ്പറേഷൻ മേയറുടെ പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഞങ്ങൾ മേയറുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ തൊഴിലാളികൾ 9 പേരടങ്ങുന്ന വെൻഡിങ് കമ്മിറ്റി ഉണ്ട്. ആ തൊഴിലാളികൾക്കൊരു നിയമമുണ്ട്. ആ വെൻഡിങ് കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ഷെഡ് പൊളിക്കുമ്പോൾ അവർക്ക് നോട്ടീസ് കൊടുക്കണം. 1 മാസം അവർക്ക് അതിനുള്ള സമയം കൊടുക്കണം. മാത്രമല്ല ഇവിടുത്തെ ഷെഡുകളൊക്കെ നിൽക്കുന്നത് ഈ ബൈപ്പാസ് റോഡിൻ്റെയും അത് കഴിഞ്ഞ് നടക്കാനുള്ള വീതിയും കഴിഞ്ഞ് 1.5 മീറ്റർ അപ്പുറത്തേക്കാണ് നിൽക്കുന്നത്. നിയമപരമായിട്ട് സുപ്രീം കോടതി പോലും അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിനെല്ലാം ധിക്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവരിത് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. ഇന്ന് ഞങ്ങളുടെ ഏരിയ കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ജില്ലാ നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്. ഇത് ആരുടെ ഭാഗത്താണ് ഈ സൗന്ദര്യവൽക്കരണത്തിന് ഒരു ആക്കം കൂട്ടുന്നതെങ്കിൽ ഞങ്ങൾ അതിനെതിരെ കൊണ്ട് ഞങ്ങൾ സമരം നടത്തും. ഞങ്ങൾക്ക് ജീവിക്കണം. 8 വർഷം 9 വർഷമായിട്ട് ഇവിടെ കരിക്ക് വീട്ടിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ കച്ചവടം നടത്തുന്നത്. പിന്നെ
വന്നവരല്ല. ഇന്നലെ ഇല്ലാത്ത സൗന്ദര്യം 24 വർഷം വരെ ആയി. ഇന്നലെ വരില്ലാത്ത സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ ഇപ്പോൾ പഠിക്കേണ്ട കാര്യമില്ല. പിന്നെ ഹൈവേക്കാർക്ക് ഇത് എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിലും ഇവിടെ കോർപ്പറേഷൻ സമ്മതിക്കില്ല എന്നാണ് ഹൈവേക്കാർ പറയണത്. അപ്പോൾ ഞങ്ങളിതിൽ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ഈ പൊളിച്ച കടകൾ ഞങ്ങളുടെ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കെട്ടുമത്. ഇന്ന് തന്നെ ഞങ്ങളത് കെട്ടും. അതിൽ യാതൊരു തർക്കമില്ല. അതിലേത് അറ്റം വരെ പോകാൻ കഴിയുമെങ്കിൽ ഞങ്ങളത് പോകും. ഒരു 9 വർഷമായി ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ ഒരു കടവടം നടത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളത് ഇവിടെ ഒരു കോർപ്പറേഷൻ സർവേ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഭൂരിഭാഗം കച്ചവടക്കാരും ഈ സർവേ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. അവരൊരു പുനരധിവസിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കോർപ്പറേഷനുള്ളതാണ്. അപ്പോൾ ഈ അധികാരം നിലനിർത്തിയിട്ട് ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഇവർ തന്നെ, ഈ ജില്ലാ കളക്ടർ അടക്കം ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ ഇവർ തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ രാത്രിയുടെ മറവിൽ ശരിക്കും മോഷണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഹൈവേക്കാർ അഴിഞ്ഞാടി മോഷണം നടത്തിയിട്ടുള്ളത്. ഇവർ പോലീസിനെ അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ ഇവർ JCBയും വണ്ടിയായിട്ട് വന്നിട്ട് ഒരു ആളെ ജീവനാണ് അവിടുന്ന് പൊലിഞ്ഞു പോണതാണ് അവിടുന്ന് ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. ആളവിടുന്ന് ഇറങ്ങി ഓടുക ചെയ്തിട്ടുള്ളത്. ഇതിനൊക്കെ ഞങ്ങൾ ജനങ്ങൾ എന്ത് സംവിധാനം ചെയ്യണം, അതായത് ഞങ്ങൾ അധികാരം കയ്യിലെടുക്കണോ, ഇതൊക്കെ ഇവിടുത്തെ നിയമപാലകർ പറയണം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. കേരളത്തിന്റെ അഭിമാനമായി മാറിയ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 2023-25 ബാച്ചിലെ പരിശീലനം പൂർത്തിയാക്കിയ പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, VK രാജൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ സ്കൂളുകളിലെ സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് 2025 ഫെബ്രുവരി 12 ബുധനാഴ്ച രാവിലെ 8-ന് കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തി. ബഹുമാനപ്പെട്ട കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് VK രാജു അവറുകൾ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ TK ഗീത മുഖ്യാതിഥിയായിരുന്നു. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ ശ്രീ സാലിം, വാർഡ് മെമ്പർ അനിത ഷാജി തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ മേൽപ്പറഞ്ഞ സ്കൂളിലെ അധ്യാപകർ, ഡ്രിൽ ഇൻസ്ട്രക്ടേഴ്സ്, വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം കൂറയിടൽ ചടങ്ങ് നടന്നു. 18കാവ് വേലയിലെ അരക്കാവ് മാമാങ്കം കൂറയിടലാണ് എന്നാണ് ഐതിഹ്യം. ഇക്കുറി മാമാങ്കത്തിന് നേതൃത്വം നൽകുന്നത് പുന്നംപറമ്പ് തട്ടകമാണ്. തട്ടകത്ത് നിന്ന് മുറിച്ചെടുത്ത പച്ചമുള ആർപ്പുവിളികളോടെ തട്ടക നിവാസികൾ തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചതോടെ കൂറയിടൽ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് മുളകീറി അലകുകളാക്കി പടിരൂപത്തിലാക്കി വടക്കേ നടയിൽ സ്ഥാപിച്ചതോടെ മാമാങ്കം കൂറയിട്ടു. ശങ്കരനാരായണൻ, മകൻ പ്രവീൺ, രാജീവ് എന്നിവരാണ് ദേശത്തെ തച്ചന്മാർ. മാമാങ്ക കമ്മിറ്റി പ്രസിഡന്റ് അശ്വിനി കണ്ണൻ, സെക്രട്ടറി TS ജയൻ, ട്രഷറർ നന്ദകുമാർ, ജനറൽ കൺവീനർ MS ജയൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഫെബ്രുവരി 18-നാണ് പ്രശസ്തമായ മച്ചാട് മാമാങ്കം. 2025 മച്ചാട് മാമാങ്കം പുന്നംപറമ്പ് വിഭാഗം നേതൃത്വം നൽകുകയാണ്. ഒരു ദേശം മുഴുവൻ മാമാങ്കത്തിനുള്ള തയ്യാറെടുപ്പുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. മകരച്ചുവ ദിനത്തിൽ നടന്ന ദേശപ്പാന നേതൃത്വം നൽകുന്ന പുന്നംപറമ്പ് വിഭാഗം നടത്തിക്കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ വന്ന പ്രതിഷ്ഠാ ദിനം വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കപ്പെട്ടു. ഇന്ന് കാവ് കൂറയിടൽ ചടങ്ങാണ്. ഈ കാവ് കൂറയിടൽ ചടങ്ങിന്റെ ഒരു പ്രത്യേകത, ഇന്നേ ദിവസം ആ പൂരം നടത്തുന്ന ദേശത്ത് നിന്നും മുറിക്കുന്ന പച്ചമുള അത് ഇന്ന് മാത്രം മുറിക്കാൻ പാടുള്ളൂ. ഇന്നലെയോ അത് വേറെ ദിവസം മുറിച്ച് വെക്കാൻ പാടില്ല. അത് ഇന്ന് മുറിച്ച് അവിടുന്ന് വീടുകളുടെ മുന്നിലൂടെ വിളക്ക് കൊളുത്തി വെച്ച് അതിന് മുന്നിലൂടെ വന്ന് പൂരക്കമ്മിറ്റി ഓഫീസിന്റെ അവിടെ വന്ന് അവിടുന്ന് എല്ലാവരും ഘോഷയാത്രയോടുകൂടി നൂറുകണക്കിന് ആളുകളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തെ വന്ന് ഭഗവതിയെ തൊഴുത് വലം വെച്ചതിന് ശേഷം തിരുവാണിക്കാവിന്റെ വടക്കേ നടക്കിൽ പ്രത്യേകം തയ്യാറാക്കുന്ന സ്ഥലത്ത് പച്ചമുള ദേശത്തെ തച്ചൻ ശങ്കരനാരായണന്റെ നേതൃത്വത്തില് അത് ഉഴിഞ്ഞ് ശരിയാക്കി പ്രത്യേക രീതിയിൽ അലകൾ മെടഞ്ഞ് നിർമ്മിച്ചതിന് ശേഷം അരിക്കയെല്ലാം ഇളയതിന്റെ ഒക്കെ സാമീപ്യത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പറക്കാരും മറ്റു ദേശക്കാരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ കാവുകൂടൽ ചടങ്ങ് നടന്നിട്ടുള്ളത്. അതിപ്പോൾ ഭംഗിയായി കഴിഞ്ഞു. ഇനി കൂടുതൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പറവറപ്പാട് വരാൻ പോവുകയാണ്. പറവറപ്പാട് അടുത്ത വെള്ളിയാഴ്ച പറവറപ്പാടാണ്. വലിയ ബാൻഡും പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞായറാഴ്ചയും ബാക്കി എല്ലാ ദിവസങ്ങളും കലാപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. പെരുവനംകുട്ടന്മാരുടെ നേതൃത്വത്തില് മേളം, അതുപോലെ തന്നെ പൂരത്തിന്റെ അന്ന് പൂരം കഴിഞ്ഞാൽ പിറ്റേ ദിവസം കിഴക്കൂട്ടാനിയന്മാരുടെ നേതൃത്വത്തിലുള്ള മേളം, അങ്ങനെ നിരവധി പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പുനർപ്പ് നേതൃത്വം വിഭാഗം എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. മദ്യത്തിന് മറ്റൊരു ഇര കൂടി.
ഭാര്യയ്ക്ക് സ്റ്റീൽ കസേരയാൽ ആക്രമണം. മദ്യത്തിന് അടിമയായ ഭർത്താവ് പിടിയിൽ. വെള്ളിക്കുളങ്ങര പോലീസ് പരിധിയിൽ മദ്യത്തിന് അടിമയായ സ്ഥിരം വീട്ടിൽ ആക്രമ സ്വഭാവിയായ ഭർത്താവ് ഭാര്യയെ സ്റ്റീൽ കസേര ഉപയോഗിച്ച് ആക്രമിച്ച് ഗുരുതരമായ പരിക്ക് പറ്റാൻ ഇടയായ കാര്യത്തിന് വെള്ളിക്കുളങ്ങര മോനടി ദേശത്ത് കൂട്ടാല വീട്ടിൽ രാജൻ എന്നയാളെ വെള്ളിക്കുളങ്ങര ഇൻസ്പെക്ടർ കൃഷ്ണൻ കെ, സബ് ഇൻസ്പെക്ടർമാരായ ജോയ്, സതീശൻ, രാകേഷ്, ഷൂജു ചേർന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. മരക്കമ്പനിയിൽ ജോലിക്കാരനായ രാജൻ സ്ഥിരം മദ്യപാനിയാണ്. ഇയാളുടെ മദ്യപിച്ചുള്ള ആക്രമണം മൂലം മക്കൾ മാറിയാണ് താമസിക്കുന്നത്. ഭാര്യ ഇടയ്ക്ക് മക്കളുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട്. ആ ദിവസങ്ങളിൽ ഇയാൾ കൂട്ടുകാരുമായി വീട്ടിൽ മദ്യപിക്കാറുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 9 കൂട്ടുകാരുമായി മദ്യപിക്കുന്നതിനു വേണ്ടി ഭാര്യയെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുന്നതിനായി ശ്രമിച്ചപ്പോൾ ഭാര്യ മക്കളുടെ വീട്ടിലേക്ക് പോകുവാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഭാര്യയ്ക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കൊടകര അഡീഷണൽ ICDS പ്രൊജക്ടിലെ 24 അങ്കണവാടികൾക്ക് ഫർണിച്ചറും മറ്റു ഉപകരണങ്ങളും നിബന്ധനകൾക്ക് വിധേയമായി വാങ്ങി നൽകുന്നതിന് വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ ഫെബ്രുവരി 13 ഉച്ചയ്ക്ക് 2 ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് കൊടകര അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയവുമായി ബന്ധപ്പെടുക. ഫോൺ 0480 27279990 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണ്ണുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾക്കായി മെഡിക്കൽ ക്യാമ്പും ഹെൽത്ത് കാർഡ് വിതരണവും സംഘടിപ്പിച്ചു. മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഡോക്ടർ ശരത് സാജൻ നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ബാബു CA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യാപാരികൾക്ക് ലൈസൻസ് പുതുക്കുന്നതിന് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയ സാഹചര്യത്തിലാണ് വ്യാപാരികൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. വൈസ് പ്രസിഡന്റ് നബി മേനാച്ചേരി, ജോമോൻ CD, യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ ക്യാമ്പയിന് നേതൃത്വം നൽകി. NGO യൂണിയൻ പീച്ചി ഏരിയ സമ്മേളനം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം R പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി അയ്യപ്പ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ ഏരിയ വൈസ് പ്രസിഡന്റ് രാജേഷ് കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഫിറോഷ് M ഫ്രാൻസിസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിൽ നിരന്തരമുണ്ടാവുന്ന വാഹനാപകടങ്ങൾ കുറയ്ക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സമ്മേളനത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പുതിയ യൂണിറ്റ് ഭാരവാഹികളായി ഫിറോഷ് M ഫ്രാൻസിസ്, ബെന്നി PJ, ഷെമി പോൾ, സജിഷ് KP, രാഗി C, രാജേഷ് കണ്ണൻ, ഭാസ്കരൻ VG തുടങ്ങിയവരെയും തെരഞ്ഞെടുത്തു. മച്ചാട് മാമാങ്കം പ്രദർശന വിപണന മേളയായ മച്ചാട് കാർണിവൽ ഫെബ്രുവരി 13 മുതൽ 20 വരെ മച്ചാട് വായനശാലയ്ക്ക് സമീപം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 13 വ്യാഴാഴ്ച വൈകുന്നേരം 5:30 ആലത്തൂർ MP K രാധാകൃഷ്ണൻ കാർണിവൽ ഉദ്ഘാടനം ചെയ്യും. CVR ചിറ്റിലപ്പള്ളി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കാർണിവലിന്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് കലാപരിപാടികൾ അരങ്ങേറും. അമ്യൂസ്മെന്റ് പാർക്ക്, ഭക്ഷ്യമേള, പുഷ്പഫല സസ്യ പ്രദർശനം, കാർഷിക ഉപകരണ പ്രദർശനം, ചിത്രരചന, കലാമത്സരങ്ങൾ, മാമാങ്ക ചിത്ര പ്രദർശനം എന്നിവ കാർണിവലിൽ ഉണ്ടായിരിക്കും. സംഘാടക സമിതി ചെയർമാനും തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് അംഗവും മച്ചാട് മാമാങ്കം കമ്മിറ്റി പ്രസിഡന്റുമായ അശ്വിനി കണ്ണൻ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് AR കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കുന്നംകുളം സെന്ററിൽ മാർച്ച് ആദ്യവാരം ആരംഭിക്കുന്ന DCFA, ടാലി, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, DCA എന്നീ കമ്പ്യൂട്ടർ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യഥാക്രമം +2 കോമേഴ്സ്, BCom, SSLC യോഗ്യതയുള്ളവർക്ക് ഫെബ്രുവരി 25 അപേക്ഷ സമർപ്പിക്കണം. ഫോൺ 0488 52 11 55 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. യൂത്ത് കോൺഗ്രസ് നടത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് രക്തസാക്ഷിയായ സുഹൈബ് എടയന്നൂരിന്റെ രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. പൂച്ചട്ടിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജിത്ത് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ ഇടയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഒപ്പം സംഘടനാ പ്രവർത്തനത്തിനും KSU പ്രസ്ഥാനത്തിന്റെ സംരക്ഷണത്തിനും ആത്മാർത്ഥമായി നേതൃത്വം നൽകി മുന്നോട്ട് വന്ന യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു ഷുഹൈബ് എന്ന് ജിത്ത് ചാക്കോ അനുസ്മരിച്ചു. യൂത്ത് കോൺഗ്രസ് നടത്തറ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഡിജിൻ വിൽസൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജിഡിൻ ജോയ്, കോൺഗ്രസ് നേതാക്കളായ ML ബേബി, ES അനിരുദ്ധൻ, KT ബാബു, റോണി കുര്യൻ, ജിജോ ചാക്കപ്പൻ,
റാഫേൽ മേലെടുത്ത് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജിജോ അലോഷ്, ലിയോ ആനന്ദു, മനു, ജിനോഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ചാവക്കാട് ICDS പ്രൊജക്ടിന്റെ പരിധിയിലുള്ള 126 അംഗൻവാടികൾക്ക് പ്രീ സ്കൂൾ കിറ്റുകൾ വാങ്ങി നൽകുന്നതിന് വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ ഫെബ്രുവരി 20 ഉച്ചയ്ക്ക് 2 ലഭിക്കണം. വിശദ വിവരങ്ങൾക്ക് വനിതാ ശിശു വികസന കാര്യാലയവുമായി ബന്ധപ്പെടുക. ഫോൺ 9188959743. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള മാള ICDS പ്രൊജക്ടിലെ 145 അംഗൻവാടികളിലേക്ക് പ്രീ സ്കൂൾ കിറ്റ് വിതരണം ചെയ്യുന്നതിനായി വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മത്സര സ്വഭാവമുള്ള മുദ്രവെച്ച ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ ഫെബ്രുവരി 17 ഉച്ചയ്ക്ക് 2 ലഭിക്കണം. ഫോൺ 0488289326 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓപ്പറേഷൻ കാപ്പ തുടരുന്നു. കാപ്പ ലംഘിച്ച പ്രതി അറസ്റ്റിൽ.
കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട പോട്ട പനമ്പിള്ളി കോളേജിന്റെ അടുത്ത് താമസിക്കുന്ന വെട്ടിക്കൽ വീട്ടിൽ ഷൈജു അറസ്റ്റിലായി. 1 വർഷത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ചാലക്കുടി, പരിയാരം, പോട്ട എന്നീ സ്ഥലങ്ങളിൽ പ്രവേശിച്ച് കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാലാണ് ഷൈജുവിനെ അറസ്റ്റ് ചെയ്തത്. കാപ്പ നിയമലംഘനം നടത്തുന്നതിനായി അറിവ് ലഭിച്ചതിനെ തുടർന്ന് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ പോലീസ് മേധാവി ശ്രീ ബി കൃഷ്ണകുമാർ IPS നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി ശ്രീ സുമേഷ് കെയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ളവരെ നിരീക്ഷിച്ചു വരവെയാണ് ഷൈജു നിയമലംഘനം നടത്തിയതായി അറിവായതിനെ തുടർന്ന് ചാലക്കുടി SHO സജീവൻ MK അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. സിവിൽ പോലീസ് ഓഫീസർമാരായ ചഞ്ചൽ PC, ബിനു BB, ബൈജു തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഷൈജുവിനെ കൊടകരയിൽ 2019, 2020, 2021, 2023, 2012 അടിപിടി കേസും 2013 2 വധശ്രമ കേസും 2020, 2022 മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കേസുകളിലും അടക്കം 16ഓളം ക്രിമിനൽ കേസിലെ പ്രതിയാണ്. തളിക്കുളം ശിശുവികസന പദ്ധതി കാര്യാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന 133 അങ്കണവാടികൾക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റ് വാങ്ങി വിതരണം നടത്തുന്നതിന് വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മത്സര സ്വഭാവമുള്ള മുദ്രവെച്ച ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ ഫെബ്രുവരി 27 ഉച്ചയ്ക്ക് 2 ലഭിക്കണം. ഫോൺ 0487 23 9452 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ കാതോർത്ത് പദ്ധതിയുടെ സേവനം ആവശ്യമായ സ്ത്രീകൾ കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവയിൽ ഏതാണോ ആവശ്യം അതിന്റെ വിവരങ്ങൾ പോർട്ടലിൽ രേഖപ്പെടുത്താം. ഈ സേവനങ്ങൾ കാതോർത്ത് പോർട്ടൽ മുഖേന ഓൺലൈനായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കളക്ടറേറ്റിലെ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 0487 23 61 500 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നഗ്നതാ പ്രദർശനം ചോദ്യം ചെയ്ത യുവതിയെ ഭീഷണിപ്പെടുത്തിയ യുവാവിനെ ജയിലിലാക്കി. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 9 ഉച്ചയ്ക്ക് 3 മണിയോടെ പെരിഞ്ഞനം വെസ്റ്റ് സമിതി ദേശത്തുള്ള തന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന യുവതിയെ മദ്യപിച്ചു വന്ന പെരിഞ്ഞനം വെസ്റ്റ് സമിതി ദേശം സ്വദേശി കിഴക്കേ വളപ്പിൽ വീട്ടിൽ മനോജ് അസഭ്യം പറയുകയും ഉടുത്തിരുന്ന മുണ്ടുപൊക്കി കാണിക്കുകയും ഇത് യുവതി ചോദ്യം ചെയ്തതിന്റെ വിരോധത്തിൽ അന്നേ ദിവസം വൈകുന്നേരം 4 മണിക്ക് മനോജ് ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഭീഷണിപ്പെടുത്തി യുവതിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും കൊലവിളി നടത്തുകയും അതോടൊപ്പം വീടിനുള്ളിൽ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് കസേര തകർത്ത് നാശനഷ്ടം വരുത്തുകയും ചെയ്ത കാര്യത്തിന് കയ്പമംഗലം പോലീസ് മനോജിനെ അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം SHO ബിജു KR, സബ് ഇൻസ്പെക്ടർ വിൻസെന്റ്, പോലീസ് ഉദ്യോഗസ്ഥരായ ഗിരീശൻ, ജ്യോതിഷ്, ഡെൻസിമോൻ തുടങ്ങിയവരാണ് അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. തിരിച്ചെത്താം ഒരു വേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495 22 5992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വീണ്ടും വാർത്തയിലേക്ക്. കുപ്രസിദ്ധ കുറ്റവാളി ഡ്യൂക്ക് പ്രവീൺ പിടിയിൽ.
കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ തല്ലുകേസിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങി പിന്നീട് ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ നടന്നിരുന്ന ഡ്യൂക്ക് പ്രവീൺ എന്നറിയപ്പെടുന്ന പ്രവീൺ 28 വയസ്സ് മുതിരപ്പറമ്പിൽ വീട് പൊറത്തിശ്ശേരി എന്നയാൾക്കെതിരെ ബഹുമാനപ്പെട്ട കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരമുള്ള പ്രത്യേക റെയ്ഡിൽ കാട്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ബൈജു ERന്റെ നേതൃത്വത്തിൽ SCPO അജേഷ്, കിരൺ എന്നിവരടങ്ങിയ സ്ക്വാഡ് പിടികൂടി. പ്രവീൺ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി അടിപിടി കേസിലും 2017 കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ കമ്പിവടി കൊണ്ട് തലക്കടിച്ച മോഷണം നടത്തിയ കേസിലും 2018 മാള പോലീസ് സ്റ്റേഷനിൽ വടിവാൾ വെച്ച് ആക്രമിച്ച കേസിലും ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ വീട് കയറി ആക്രമിച്ച കേസും 2021 ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ കിഡ്നാപ്പിംഗ് കേസിലും 2022 വിയൂർ പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് കേസിലുമടക്കം 15ഓളം കേസിലെ പ്രതിയാണ് ഡ്യൂക്ക്. 2021 2023 കാപ്പ നിയമപ്രകാരം തടവ് ശിക്ഷ അനുഭവിച്ച പ്രതിയുമാണ്. പ്രൊജക്ട് ഫെല്ലോയുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. PG വനഗവേഷണ കേന്ദ്രത്തിൽ പ്രൊജക്ട് ഫെല്ലോയുടെ ഒഴിവുണ്ട്. ജീവശാസ്ത്ര, പരിസ്ഥിതി പഠനം, വൈൽഡ് ലൈഫ് സയൻസ് വിഷയങ്ങളിൽ 1ാം ക്ലാസ് ബിരുദാനന്തര ബിരുദവും വന്യജീവികളിലായി ബന്ധപ്പെട്ട ഫീൽഡ് ഗവേഷണത്തിൽ 1 വർഷത്തെ പരിചയവുമാണ് അടിസ്ഥാന യോഗ്യത. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള അറിവ്, വനം, തദ്ദേശ വകുപ്പുകൾ, മനുഷ്യ വന്യജീവി സംഘർഷം ഇവയുമായി ബന്ധപ്പെട്ട ഫീൽഡ് ഗവേഷണ പരിചയം എന്നിവ അഭിലഷണീയ യോഗ്യതയായി കണക്കാക്കും. പ്രതിമാസം വേതന 22,000 രൂപ. പ്രായപരിധി 36 വയസ്സ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 13 രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം PG വനഗവേഷണ കേന്ദ്രത്തിലെ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹൈവേ അതോറിറ്റി മണ്ണുത്തിയിൽ അർദ്ധരാത്രി കടകൾ പൊളിച്ചു. കടയ്ക്കകത്ത് ഉറങ്ങിക്കിടന്ന ജീവനക്കാരൻ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം കൂറിയിടൽ ചടങ്ങ് നടന്നു. യൂത്ത് കോൺഗ്രസ് നടത്തറ മണ്ഡലം കമ്മിറ്റി രക്തസാക്ഷികളായ സുഹൈബ് എടക്കഴിയൂരിന്റെ രക്തസാക്ഷി ദിനാചരണം നടത്തി. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. വ്യാപാരി വ്യവസായി മണ്ണുത്തി യൂണിറ്റ് മെഡിക്കൽ ക്യാമ്പും ഹെൽത്ത് കാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.